ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ലിബ്രിയോഫീസ് കാൽക്കിൽ നിന്നും DLED ICT പ്രാക്ടിക്കൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ലിബ്രിയോഫീസ് കാൽക്ക് തുറന്ന് ചുവടെ തന്നിട്ടുള്ള മാതൃകയിൽ ഒരു ഫയൽ തയ്യാറാക്കുക. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ താഴെ നമുക്ക് കാണുന്നത് പോലെ, ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ടാബിളാണ് നമ്മൾ ലിബ്രിയോഫീസ് കാൽക്കിൽ തയ്യാറാക്കേണ്ടത്. അതിനായി ചോദ്യം നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് കാൽക്ക് എന്ന രീതിയിൽ ലിബ്രിയോഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യാം. തുറന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇവിടെ എത്ര കോളം വേണമെന്ന് നോക്കണം. ആദ്യത്തേത് മെർജ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റ് എന്നത് ഇത്രയും കോളങ്ങൾ മെർജ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7. അപ്പോൾ 7 കോളം മെർജ് ചെയ്തിട്ടാണ് നമുക്ക് കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റ് എന്ന് എഴുതേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ 7 കോളങ്ങൾ മെർജ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 7 കോളം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മെർജ് ആൻഡ് സെൻറ്റർ സെൽസിൽ പോയി നമ്മൾ ആ കോളം മെർജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കവിടെ കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റ് എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ ആ കോളം സെലക്ട് ചെയ്തതിന് ശേഷം കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റ് എന്നവിടെ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നെയിം എന്നുള്ളത് ഇത്രയും റോ മെർജ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 റോയാണ് മെർജ് ചെയ്തിട്ടുള്ളത്, 1 2 3. അപ്പോൾ അങ്ങനെ 3 റോ നമുക്കിവിടെ മെർജ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ 3 റോയും സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 റോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് സെൻറ്റർ സെൽസിൽ പോയി നമ്മളത് മെർജ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നെയിം എന്ന് എഴുതണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെയിം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സബ്ജക്ട്സ് എന്നത് 6 കോളം മെർജ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്കുള്ള 6 കോളത്തിൻ്റെ ഈ സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. മെർജ് ആൻഡ് സെൻറ്റർ സെൽസിൽ പോയി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഫോർമാറ്റിൽ മെർജ് ആൻഡ് സെൻറ്റർ സെൽസിൽ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അവിടെ നമുക്ക് സബ്ജക്ട്സ് എന്നെഴുതണം. അതിനുവേണ്ടി നമ്മൾ ഈ കോളം സെലക്ട് ചെയ്ത് അവിടെ സബ്ജക്ട്സ് എന്ന് എഴുതി കൊടുക്കുന്നു. ഇനി തൊട്ടടുത്ത ലൈനുകളിൽ നമുക്ക് 2 കോളം വീതം മെർജ് ചെയ്ത് ഓരോ വിഷയത്തിൻ്റെയും പേര് എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 കോളം ഇങ്ങനെ സെലക്ട് ചെയ്ത് മെർജ് ചെയ്യുന്നു. അവിടെ നമുക്ക് മലയാളമാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ കോളം സെലക്ട് ചെയ്ത് മലയാളം എഴുതുന്നു. ഓക്കെ, മലയാളം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ 2 കോളം കൂടി മെർജ് ചെയ്തിട്ട് അവിടെ ഇംഗ്ലീഷ് എഴുതി കൊടുക്കുന്നു. തൊട്ടടുത്ത 2 കോളത്തിൻ്റെ സെല്ലുകളും നമ്മൾ മെർജ് ചെയ്യുന്നു. അവിടെ ഹിന്ദി എന്ന് എഴുതി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തത് വേണ്ടത് സ്കോർ ഗ്രേഡാണ്. ഇത് നമുക്ക് ഒരു കോളത്തിനകത്ത് എഴുതി കൊടുക്കാം. ഒരു കോളത്തിനകത്ത് സ്കോർ എന്നും ഒരു സെല്ലിനകത്ത് സ്കോർ എന്നും മറ്റൊരു സെല്ലിനകത്ത് ഗ്രേഡ് എന്നും കൊടുക്കണം. ഓക്കെ, സ്കോർ ഗ്രേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോപ്പി ചെയ്യാം. ഈ 2 സെല്ലുകളും കോപ്പി ചെയ്ത് തൊട്ടടുത്ത സെല്ലിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഡാറ്റാസും നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളത്തിൻ്റെ വിഡ്ത്ത് ഒരല്പം കൂട്ടേണ്ടതുണ്ട്. നെയിം എന്ന് പറയുന്ന കോളത്തിൻ്റെ വിഡ്ത്ത് നമുക്ക് സ്വല്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി AB എന്ന് പറയുന്ന ഈ കോളം ഹെഡറിൻ്റെ നടുവിൽ വെച്ചതിന് ശേഷം നമ്മൾ മൗസ് പോയിൻ്റർ ഏകദേശം ഈ രീതിയിലായതിനു ശേഷം ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ സെല്ലുകളുടെ വലിപ്പം ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ B മുതൽ G വരെയുള്ള കോളം ഹെഡറുകൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോളത്തിൻ്റെ വലിപ്പം സ്വല്പം കുറച്ച് കൊടുക്കും. അപ്പോൾ ആ കോളത്തിൻ്റെ വലിപ്പം ഒന്നിച്ച് അവിടെ ചെറുതാവുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എല്ലാ ഡാറ്റാസും സെൻറ്ററിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഈ മൊത്തം ഡാറ്റ വരുന്ന സെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അലൈൻമെൻറ്റ് ടൂളിൽ അലൈൻ സെൻറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വെർട്ടിക്കൽ അലൈൻമെൻറ്റ്സിൽ നമ്മൾ സെൻറ്റർ വെർട്ടിക്കലി എന്ന് പറയുന്ന അലൈൻമെൻറ്റും ചെയ്യുന്നു.
ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റ് എന്നത് കുറച്ച് ബോൾഡ് ചെയ്ത് എഴുതണം, അതുപോലെ നെയിം, സബ്ജക്ട്സ്. അപ്പോൾ ഇവിടെ കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റ് നമ്മൾ കുറച്ച് ബോൾഡ് ചെയ്യുന്നു, അതുപോലെ നെയിം നമ്മൾ കുറച്ച് ബോൾഡ് ചെയ്യുന്നു. ഇനി എല്ലാ ഡാറ്റാസും നമ്മളൊന്ന് ഒരു 12 ഫോണ്ടിലേക്ക് മാറ്റുന്നുണ്ട്, കുറച്ച് വലുപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് സബ്ജക്ട്സും ഒന്ന് ബോൾഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരു 1 2 3 4 5 റോ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കണം, അതിന് ബോർഡർ കൊടുത്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ മുതൽ 1 2 3 4 5 ഈ 5 റോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൊത്തം ഡാറ്റ വരുന്ന രൂപത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർമാറ്റ് മെനുവിലെ സെൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അവിടെ പോയിട്ട് നമ്മൾ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ബോർഡേഴ്സിൽ പ്രിസെറ്റ്സിൽ നമ്മൾ എല്ലാ ഭാഗത്തും വരാൻ വേണ്ടി ഈ ഒരു പ്രിസെറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ഭാഗത്തുള്ള ഏത് പ്രിസെറ്റ്സും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ മുഴുവൻ ഭാഗത്തും ബോർഡർ വരാൻ വേണ്ടി എല്ലാ ഭാഗത്തുമുള്ള പ്രിസെറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ലൈനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ മോഡൽ സെലക്ട് ചെയ്യുന്നു. വെടുത്ത് നമ്മളൊരു 1.25 അല്ലെങ്കിൽ 1.50 പോയിൻ്റായിട്ട് നമ്മൾ ക്രമീകരിക്കുന്നു. കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കോളം നമ്മൾ അവിടെ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വിൻഡോ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇനി അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഓരോ സെല്ലിനും നമുക്കിവിടെ ഒരു 2 സെല്ലുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ സെല്ലും ഈ സെല്ലിനകത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ പോയിട്ട് നമുക്ക് ആ കളറ് ചൂസ് ചെയ്യാം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കളറ് ഒരു സ്കൈ ബ്ലൂ കളർ ആയതുകൊണ്ട് നമുക്കവിടെ ഒരു സ്കൈ ബ്ലൂ കളറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് സബ്ജക്ട്സിൻ്റെ കളർ ഒരു ഏകദേശം ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആ കളറ് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ടാബിളാക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. നമുക്കതിന് ഫയൽ സേവ് മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് DLED പ്രൊഡക്ട്സിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മളതിന് വേണ്ടി ഫയൽ മെനുവിൽ സേവ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിനകത്ത് നമ്മൾ ഹോം ഫോൾഡർ, നമുക്കറിയാം ഡെസ്ക്ടോപ്പിന് മുകളിലുള്ള ഹോം ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. DLED പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറാണ് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ നമ്മളൊരു 2 ആണ് എന്ന് കരുതുന്നു. അപ്പോൾ Q2 എന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇതിന് ശേഷം നമ്മൾ ഈ ഫയൽ ഒന്ന് മിനിമൈസ് ചെയ്യാണ്. മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തേക്ക് പോയി നോക്കുകയാണ്. നമ്മൾ സേവ് ചെയ്ത ഫയൽ അവിടെ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കാൽക്കിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത കണ്ടെത്തുന്നതിന് ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കണം. ലിബ്രോഫീസ് കാൽക്ക് തുറന്ന് ചുവടെ തന്നിട്ടുള്ള മാതൃകയിൽ ഒരു ഫയൽ തയ്യാറാക്കുക. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന ആ ചിത്രത്തിലേതുപോലെയുള്ള ഒരു പട്ടികയാണ് നമ്മൾ ലിബ്രോഫീസ് കാൽക്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി നമുക്ക് ചോദ്യം മിനിമൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രോഫീസ് കാൽക്ക് എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടെ ആദ്യത്തെ സെല്ല് മെർജ് ചെയ്തിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ എത്ര കോളം നമുക്ക് മെർജ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6. അപ്പോൾ 6 കോളമാണ് നമുക്ക് മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 6 കോളം സെലക്ട് ചെയ്യുന്നു. 6 കോളം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മെർജ് ആൻഡ് സെൻറ്റർ സെൽസിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ എഴുതേണ്ടത് സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. അത് നമ്മളവിടെ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ആ കോളം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളവിടെ എഴുതിയിട്ടുള്ള സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി തൊട്ട് താഴെയായി നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന
ഒരു കോളം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് മെർജ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മളവിടെ എഴുതി കൊടുക്കുകയാണ് ഗ്രൂപ്പ് എന്ന് എഴുതുന്നു. ഇനി നമുക്ക് തൊട്ടടുത്ത കോളം മെർജ് ചെയ്യേണ്ടത്, ഇവിടെ 3 കോളം നമുക്ക് മെർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ 3 സെല്ലുകൾ മെർജ് ചെയ്ത് കൊടുക്കുകയാണ്. മെർജ് ചെയ്തതിന് ശേഷം നമുക്ക് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ ആ കോളം ക്ലിക്ക് ചെയ്തതിന് ശേഷം 3 കോൺസിക്യൂട്ടീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്നവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത കോളം നമ്മൾ സമ്മാണ്, അത് നമ്മളവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ തൊട്ടടുത്ത കോളത്തിന് നമ്മൾ സം എന്ന് എഴുതുന്നു. അതുപോലെ തൊട്ടടുത്ത കോളത്തിൽ നമുക്ക് എഴുതേണ്ടത് 3 ടൈംസ് ദ മിഡിൽ നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളത്തിൽ 3 ടൈംസ് ദ മിഡിൽ നമ്പർ എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈംസ് ദ മിഡിൽ നമ്പർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ട് താഴെയുള്ള ആ ഡാറ്റയും കൂടി എഴുതാം. അപ്പോൾ തൊട്ട് താഴെ നമുക്ക് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്ന് എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗ്രൂപ്പ് 1 എന്ന് എഴുതുന്നു. തൊട്ട് താഴെ നമ്മൾ ഗ്രൂപ്പ് 2 എന്നും എഴുതുന്നു. ഇനി നമുക്കിവിടെ 1 2 3 എന്ന് എഴുതേണ്ടതുണ്ട്. ഗ്രൂപ്പ് 1ൻ്റെ ഇവിടെ 1, തൊട്ടടുത്ത ബോക്സിൽ 2, തൊട്ടടുത്ത ബോക്സിൽ 3. അപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ഡാറ്റാസും നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ കോളം നമുക്ക് ബോർഡർ കൊടുക്കാം. അപ്പോൾ അതിന് ഇത് മൊത്തം വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫോർമാറ്റ് മെനുവിൽ പോയി സെൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ബോർഡേഴ്സ് എന്ന് പറയുന്ന ടാബിനകത്ത് നമ്മൾ പ്രിസെറ്റ്സിനകത്ത് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തതുപോലെ ഇവിടെ പ്രിസെറ്റ്സ്, ഈ ഒരു പ്രിസെറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ബോർഡർ വരാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ലൈന് ഇത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. വിഡ്ത്ത് നമ്മൾ 1.25 ആക്കുന്നു. കളർ ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ബോർഡേഴ്സ് ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ആ ബോക്സിന് ഒരു ഗ്രീൻ കളറ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഐക്കൺ ശ്രദ്ധിക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഒരു ലൈം ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു റോയുടെ ഹൈറ്റ് ഒന്ന് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് റോ ഹെഡർ ഇതാണ് 1 2 3 എന്ന് പറയുന്ന ഈ ഭാഗത്ത് 2യുടെയും 3ൻ്റെയും ഇടയിലുള്ള ആ ഒരു ഡിവൈഡിൽ മൗസ് പോയിൻ്റർ എത്തിക്കുക. അതിനുശേഷം താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വലുപ്പം നമുക്ക് ഇവിടെ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഡാറ്റാസും നമുക്ക് സെൻറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ മൊത്തം ടേബിൾ നമ്മളൊന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ അലൈൻ സെൻറ്ററും അതുപോലെ വെർട്ടിക്കൽ അലൈൻമെൻറ്റ്സിൽ സെൻറ്റർ വെർട്ടിക്കലി എന്ന് പറയുന്ന ഓപ്ഷനും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സും അതുപോലെ 3 ടൈംസ് ദ മിഡിൽ നമ്പർ എന്നതും നമുക്ക് ചോദ്യത്തിൽ കാണുന്നത് പോലെ ഒന്ന് റാപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോളം നമുക്കൊന്ന് ചെറുതാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. റാപ്പ് ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ 3 ടൈംസ് ദ മിഡിൽ നമ്പറും നമ്മൾ റാപ്പ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഇവിടെ കുറച്ച് ഡാറ്റാസ് ഇതിൽ ഒതുങ്ങാത്ത പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ റോ ഹെഡറിൽ ഹൈറ്റ് ഒന്ന് ക്രമീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ മെനുവിലെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലുള്ള ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് നെയിം രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതി കൊടുക്കുന്നു. അതിനുശേഷം _shift നമ്മൾ ആൽഫബറ്റിൻ്റെ മുകളിലുള്ള മൈനസും കൂടി അമർത്തുന്നു. അതിനുശേഷം ക്വസ്റ്റ്യൻ 4 ആണ് എങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? Q4 എന്ന് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മളോട് ഈ ചോദ്യത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സേവ് ചെയ്ത ഫയൽ DLED പ്രൊഡക്ട്സിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നമ്മൾ ചെയ്തു വെച്ച
ഈ ഒരു വിൻഡോ നമ്മളൊന്ന് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. DLLന്റെ പ്രൊഡക്ട്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ ലഭ്യമാണ്.